നാഷണൽ ഹൈവേന്റെ എല്ലാ ക്യാമറ ഇപ്പൊ ഓൺ ആയിട്ടുണ്ട്. ഇപ്പൊ എന്തിനെല്ലാം ഫൈൻ വരുന്നത് കേൾക്കാറേണ്ടേ? ബാ പറഞ്ഞുതരാം. കാറിൽ പോകുന്ന ആള് ഫ്രണ്ട് ഇരിക്കുന്ന രണ്ടുപേരും സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇടണം. പിന്നെ അതല്ലാണ്ട് ഓവർ സ്പീഡ് ഫൈൻ ഉണ്ട്. ഇപ്പൊ ഹൈവേയിൽ ഇപ്പൊ ഓട്ടോറിക്ഷ, പിന്നെ ബൈക്ക്, അതുപോലത്തെ JCB ആ ടൈപ്പിലത്തെ വണ്ടി ഹൈവേ റോഡിൽ പെർമിഷൻ ഇല്ല. അപ്പൊ ഹൈവേയിൽ കയറുന്നുണ്ടെങ്കിൽ അതിനും ഫൈൻ ഉണ്ട്. അപ്പൊ റിക്ഷ ഓട്ടുന്ന ആൾക്കാർ യൂണിഫോം മസ്റ്റ് ആയിട്ട് ഇടണം. സർവീസ് റോഡിൽ ഇപ്പോൾ എക്സിറ്റ് ടു എൻട്രി ആയിട്ട് ഒരു സൈൻ ബോർഡ് ഉണ്ടാവും. എൻട്രി ഉള്ള അടുത്ത് എക്സിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ ഉണ്ടാവും. പിന്നെ എക്സിറ്റുള്ള അടുത്ത് നമ്മൾ ഹൈവേ എൻട്രി ആണെന്നുണ്ടെങ്കിൽ അതിനും ഫൈൻ ഉണ്ടാവും. അപ്പൊ ക്യാമറയുടെ ക്ലിയറിറ്റി എല്ലാം കാര്യമായ ക്ലിയറിറ്റി 360 ക്യാമറ ആണ് ഇത്. ഇപ്പൊ നമ്മ പാർക്കിംഗ് ഇല്ലാത്ത വണ്ടി പാർക്ക് ആക്കുന്ന അതിനും ഫൈൻ ഉണ്ട്. ഹൈവേയിൽ 3 ലെയർ വരുന്നുണ്ട്, 50, 80, 100. അതുപോലെ തന്നെ ഇപ്പൊ ലൈനിൽ വരുന്നുണ്ടെങ്കിൽ നമ്മ ലൈൻ തെറ്റിക്കുന്നുണ്ടെങ്കിൽ അതിൽക്കും ഫൈൻ ഉണ്ട്. ഓട്ടോറിക്ഷക്കാർ, ബൈക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഹൈവേയിൽ അലൗഡ് ഇല്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാം. ഇപ്പൊ അടുത്ത മാസം 15-ാം തീയതി മുതൽ ഫൈൻ വരാനുള്ള സാധ്യത കൂടുതലാണ്.